we will discuss module 6. ഇപ്പോൾ ഇതുവരെ നമ്മൾ കംപ്രസേഴ്സാണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് മോഡ്യൂൾ 5 തൊട്ടിട്ട്. സോ മോഡ്യൂൾ 5 നമ്മൾ മെയിനായിട്ട് പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് കംപ്രസർ, അതിൽ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറാണ് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ സ്റ്റഡി നടത്തിയത്. ഇനി ഈ മോഡ്യൂളിൽ മോഡ്യൂൾ 6 വി വിൽ ഡിസ്കസ് ഡൈനാമിക് കംപ്രസർ. സോ ഇത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. കംപ്രസേഴ്സ് ഈസ് ക്ലാസിഫൈഡ് ഇൻ ടു മെയിൻലി 2 types, പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് കംപ്രസർ ആൻഡ് ഡൈനാമിക് കംപ്രസർ. ദെൻ ഡൈനാമിക് കംപ്രസറിൽ 2 പാർട്ടുണ്ട്, സെൻട്രിഫ്യൂഗൽ കംപ്രസർ ആൻഡ് ആക്സിയൽ കംപ്രസർ. സെൻട്രിഫ്യൂഗൽ കംപ്രസർ ആൻഡ് ആക്സിയൽ കംപ്രസർ, ഈ 2 ടോപ്പിക്കാണ് ഈ മോഡ്യൂളിൽ വരുന്നത്. ഫസ്റ്റ് സെൻട്രിഫ്യൂഗൽ കംപ്രസർ ഡിസ്കസ് ചെയ്യും. സെൻട്രിഫ്യൂഗൽ കംപ്രസറിൻ്റെ വർക്ക് ഡണ്ണിൻ്റെ ഇക്വേഷൻ, വെലോസിറ്റി ഡയഗ്രാം, പവർ റിക്വയർഡ്, വിഡ്ത്ത് ഓഫ് ബ്ലേഡ്സ്, അങ്ങനെ കുറച്ച് ടേംസ് ഉണ്ട്. അതാണ് ഫസ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് ആക്സിയൽ ഫ്ലോ കംപ്രസറിൻ്റെ വർക്കിംഗ്, വെലോസിറ്റി ഡയഗ്രാം, പെർഫോമൻസ്, ഡിഗ്രി ഓഫ് റിയാക്ഷൻ, അങ്ങനെ കുറച്ച് ടേംസ് നമ്മുടെ ഈ മോഡ്യൂളിലെ സെക്കൻഡ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യും. ഓക്കെ, സോ ഡൈനാമിക് കംപ്രസറാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നൗ ഫസ്റ്റ്, ഇത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, എന്നാലും ഒന്ന് റിഫ്രഷ് ചെയ്യാൻ വേണ്ടി പറയാം. പോസിറ്റീവ് ഡിസ്പ്ലേസ്മെൻറ്റ് കംപ്രസർ, ജസ്റ്റ് ലൈക്ക് റെസിപ്രോക്കേറ്റ്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസർ. Positive displacement compressor means in this type the air is compressed by being trapped in the reduced space formed by means of 2 sets of engaging surfaces, and the pressure of air is increased by squeezing action. ഓക്കെ, സോ നമ്മൾ പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റ് ആലോചിച്ചാൽ മതി. പിസ്റ്റൺ സിലിണ്ടർ അറേഞ്ച്മെൻറ്റിൽ ആ ഒരു സ്പേസിൻ്റെ ഉള്ളിലേക്ക് എയർ ട്രാപ്പ് ചെയ്യും. ദെൻ പിസ്റ്റൺ മൂവ്മെൻറ്റ് മൂലം എയർ സ്ക്വീസ് ചെയ്തിട്ടാണ് ഫൈനൽ റിക്വയർഡ് പ്രഷറിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. സോ ഇതിൻ്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ വോളിയം മാത്രമേ നമ്മൾ ആദ്യം കംപ്രസ് ചെയ്യുള്ളൂ, അത് കഴിഞ്ഞ് അത് അടുത്ത പെർട്ടിക്കുലർ വോളിയം. സോ ഒരു പൾസേറ്റിംഗ് നാച്ചുറലാണ് നമുക്ക് ഔട്ട്പുട്ട് ഡെലിവറി എയർ കിട്ടുക. സോ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നെക്സ്റ്റ് നമ്മൾ വേറൊരു ടൈപ്പ് ഡിസ്കസ് ചെയ്യുന്നത്, ഡൈനാമിക് ടൈപ്പ് കംപ്രസർ. So dynamic type compressor means in this type air is not trapped in specified boundaries, but the air flows continuously and pressure is increased due to dynamic action of or centrifugal force. ഏതെങ്കിലും ഒരു ഫോഴ്സ് വെച്ചിട്ടാണ് ഇവിടെ കംപ്രഷൻ നടക്കുന്നത്. മെയിൻലി സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ എഫക്റ്റ് കൊണ്ട് കംപ്രഷൻ നടക്കുകയാണെങ്കിൽ അതിനെയാണ് ഡൈനാമിക് കംപ്രസർ എന്ന് പറയുക. ഇവിടെ ഒരു ഫിക്സഡ് ബൗണ്ടറീൻ്റെ ഉള്ളിലേക്ക് എയർ ട്രാപ്പ് ചെയ്യുന്നില്ല, കണ്ടിന്യൂസ് ആയിട്ട് എയർ ഫ്ലോ ചെയ്യും. ആ കണ്ടിന്യൂസ് എയറിനെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ അപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഡൈനാമിക് ആക്ഷൻ മൂലം കംപ്രസ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് നമ്മൾ സെൻട്രിഫ്യൂഗൽ കംപ്രസർ അല്ലെങ്കിൽ ജനറലി ഡൈനാമിക് ടൈപ്പ് കംപ്രസർ എന്ന് പറയാം. സോ ഇതിൽ ഫസ്റ്റ് എക്സാമ്പിളാണ് സെൻട്രിഫ്യൂഗൽ കംപ്രസർ. ഓക്കെ, സോ സെൻട്രിഫ്യൂഗൽ കംപ്രസറിൻ്റെ മെയിൻ പാർട്സ് നമുക്ക് നോക്കാം. ആദ്യം ഇതിൽ മെയിനായിട്ട് നമ്മൾ ബ്രോഡ്ലി മൈന്യൂട്ട് പാർട്സ് വേറെ ഉണ്ടെങ്കിലും മെയിൻ പാർട്സ് എന്ന് പറഞ്ഞാൽ ഒന്ന് ഒരു റൊട്ടേറ്റിംഗ് ഇമ്പല്ലർ ഉണ്ടാവും. സോ നിങ്ങൾ സെൻട്രിഫ്യൂഗൽ പമ്പ് പഠിച്ച അതേ ഇത് തന്നെയാണ് ഇവിടെയും, വർക്കിങ്ങും എല്ലാം സെയിം ആണ്. അവിടെ എയർ ഫ്ലൂയിഡാണ് വർക്കിംഗ് ഫ്ലൂയിഡ്, ബട്ട് ഇൻ ദ കേസ് ഓഫ് കംപ്രസർ ഇവിടെ നമ്മൾ മെയിനായിട്ട് എയറിനെയാണ് കംപ്രസ് ചെയ്യുന്നത്. അത് മാത്രമേ വ്യത്യാസമുള്ളൂ. ഇൻ ദ കേസ് ഓഫ് സെൻട്രിഫ്യൂഗൽ പമ്പ് വി വിൽ യൂസ് വാട്ടർ ആസ് ദ വർക്കിംഗ് ഫ്ലൂയിഡ്, ആൻഡ് ഇൻ ദ കേസ് ഓഫ് സെൻട്രിഫ്യൂഗൽ കംപ്രസർ ദ വർക്കിംഗ് ഫ്ലൂയിഡ് ഈസ് മെയിൻലി എയർ. ബാക്കി എല്ലാ വർക്കിങ്ങും എല്ലാ കാര്യവും സെയിം ആണ്. അവിടെ നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യം തന്നെയാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് നമുക്ക് റിഫ്രഷ് ചെയ്യാം. സോ ഒരു റൊട്ടേറ്റിംഗ് ഇമ്പല്ലർ ഉണ്ടാവും. നെക്സ്റ്റ് മെയിൻ പാർട്ട് ഒരു ഡിഫ്യൂസർ ഉണ്ടാവും. ദെൻ ഫൈനലി ഒരു കേസിംഗ്, സ്റ്റേഷനറി കേസിംഗ്. ഇതിനെയാണ് വൊല്യൂട്ട് കേസിംഗ് എന്ന് പറയുക. ഓക്കെ, ഈ മൂന്നുമാണ് ഒരു കംപ്രസറിൻ്റെ സെൻട്രിഫ്യൂഗൽ കംപ്രസറിൻ്റെ മെയിൻ പാർട്സ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഓരോന്നും എന്താ നോക്കാം. നമുക്ക് അതിൻ്റെ ഒരു ഡയഗ്രാം കൂടി വരച്ച് നോക്കാം.
സോ ഇതിൻ്റെ ഒരു റഫായിട്ട് സ്കീമാറ്റിക് ഡയഗ്രം നമ്മൾ നോക്കുകയാണെങ്കിൽ റഫ് ഡയഗ്രാം വരച്ച് നോക്കാം നമുക്ക്. ഒരു സെൻറ്റർ പോർഷൻ ഉണ്ടാവും, അതിന് ചുറ്റും ഇതാണ് സെൻട്രിഫ്യൂഗൽ പമ്പിൻ്റെ ഐ എന്ന് പറയുന്ന പോർഷൻ. ഓക്കെ, ഇവിടേക്കാണ് വാട്ടർ, ഇൻലെറ്റ് വാട്ടർ വരിക. ആക്സിയലി ഈ ഏരിയയിലേക്കാണ് വാട്ടർ വരിക. ദിസ് പാർട്ട് ഈസ് നോൺ ആസ് ഐ ഓഫ് ദ ഇമ്പല്ലർ. ഇമ്പല്ലറിൻ്റെ ഐ എന്ന് പറഞ്ഞ പാർട്ടാണിത്. ഐയിലേക്കാണ് വർക്കിംഗ് ഫ്ലൂയിഡ്, എയർ ആക്സിയലി ഈ ഏരിയയിലേക്കാണ് വരിക. ദെൻ ഇതിനെ സറൗണ്ട് ചെയ്തിട്ട് ഇമ്പല്ലർ വിത്ത് റേഡിയൽ കർവ്ഡ് വെയിൻസ് ഉണ്ടാവും. ഇതാണ് ഇമ്പല്ലർ. ഓക്കെ, സെക്കൻഡ് പാർട്ട് ഇതാണ് ഇമ്പല്ലർ എന്ന് പറഞ്ഞ പാർട്ട്. ഇതിൽ ഡിഫറെൻറ്റ് ഷേപ്പുള്ള ബാക്ക്വേർഡ് കർവ്ഡ് വെയിൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫോർവേഡ് കർവ്ഡ് വെയിൻസ്, റേഡിയൽ വെയിൻസ് എന്നൊക്കെ പറഞ്ഞ് പല ടൈപ്സ് ബ്ലേഡ്സ് ഉണ്ടാവും, അല്ലെങ്കിൽ വെയിൻസ് യൂസ് ചെയ്യും. സോ ഞാനിതിൽ റഫായിട്ട് റേഡിയൽ വെയിൻസ് മാതിരി സ്ട്രെയിറ്റ് വെയിൻസ് കാണിച്ചു. ഇത് പല ഷേപ്പ് ഉണ്ടാകും, കർവ്ഡ് വെയിൻസ് ഒക്കെ വരും. ബട്ട് ഇവിടെ ഞാൻ ഇങ്ങനെയാണ് കാണിച്ചുള്ളത്. ഇതാണ് ഇമ്പല്ലർ എന്ന് പറഞ്ഞ സാധനം. ഈ ഇമ്പല്ലറാണ് ഇതിലെ റൊട്ടേറ്റിംഗ് പാർട്ട്. ഓക്കെ, സെക്കൻഡ് വൺ ഈസ് ഇമ്പല്ലർ വിത്ത് ബ്ലേഡ്സ്, റേഡിയൽ വെയിൻസ്. ഓക്കെ, സോ ഇതാണ് റൊട്ടേറ്റ് ചെയ്യുന്ന മെമ്പർ. അപ്പോൾ ഇവിടെ ഷാഫ്റ്റായിട്ട് അല്ലെങ്കിൽ ഷാഫ്റ്റ് കണക്റ്റഡ് ആയിരിക്കും, ഷാഫ്റ്റും മോട്ടറും അല്ലെങ്കിൽ മോട്ടറും എന്തെങ്കിലും പവർ പ്രൈം മൂവർ വെച്ചിട്ട് ഇത് കണക്റ്റഡ് ആയിരിക്കും. ജനറലി ഇലക്ട്രിക് മോട്ടറാണ് യൂസ് ചെയ്യുക. ഇലക്ട്രിക് മോട്ടർ യൂസ് ചെയ്തിട്ട് ഇതിനെ നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും. ഈ ഇമ്പല്ലറിന് റൊട്ടേഷൻ മോഷൻ ഉണ്ടാവും. സോ ഇമ്പല്ലറിന് വിളിക്കുന്ന വേറൊരു പേരാണ് റോട്ടർ. റൊട്ടേറ്റിംഗ് മെമ്പർ ആയതുകൊണ്ട് ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് റോട്ടർ. സോ ഇങ്ങനെ ഒരു ഇമ്പല്ലർ ഉണ്ടാവും. ഈ ഇമ്പല്ലറിൽ ഡിഫറെൻറ്റ് ഷേപ്സിൽ പല ഷേപ്പിലുള്ള വെയിൻസ് അല്ലെങ്കിൽ ബ്ലേഡ്സ് യൂസ് ചെയ്യും. ഓക്കെ, സോ ഇവിടെ വരുന്ന എയർ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ ഇതിൽ കൂടെ റേഡിയലി സെൻട്രിഫ്യൂഗൽ ആക്ഷൻ മൂലം ഔട്ട്വേർഡ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, സോ സെൻറ്റർ പോർഷനിൽ ഇവിടെ എയർ വരും. ഈ ഐ ഓഫ് ദ ഇമ്പല്ലറിലാണ് എയർ വരിക. അവിടെ നിന്ന് എയർ ഇത് റൊട്ടേറ്റ് ചെയ്യുന്ന മൂലം സെൻട്രിഫ്യൂഗൽ ആക്ഷൻ മൂലം ഔട്ട്വേർഡ് ഡയറക്ഷനിൽ ഫ്ലോ നടക്കും. റേഡിയലി ഔട്ട്വേർഡ് പുറത്തേക്ക്, റേഡിയൽ ഡയറക്ഷനിൽ പുറത്തേക്ക് തെറിക്കും. ഓക്കെ, സോ ഇങ്ങനെ പുറത്തേക്ക് തെറിക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇവിടെ ഇത് റൊട്ടേഷൻ മൂലം ഇതിൻ്റെ ആംഗുലർ മൊമെൻറ്റത്തിന്, എയറിൻ്റെ ആംഗുലർ മൊമെൻറ്റത്തിന് ചേഞ്ച് ഉണ്ടാവും. ആംഗുലർ മൊമെൻറ്റം മാസ് ഇൻറ്റു വെലോസിറ്റി, ലീനിയർ മൊമെൻറ്റം എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു വെലോസിറ്റി ആണ്. സിമിലർലി റൊട്ടേറ്റിംഗ് മെമ്പർ ആണെങ്കിൽ പറയുന്നതാണ് ആംഗുലർ മൊമെൻറ്റം. ആംഗുലർ മൊമെൻറ്റത്തിന് വ്യത്യാസം ഉണ്ടാവും. എയറിൻ്റെ ആംഗുലർ വെലോസിറ്റി ഒക്കെ ചേഞ്ച് ആവും. സോ ഈ ആംഗുലർ മൊമെൻറ്റം ഇൻക്രീസ് ആകുമ്പോൾ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ ഇതിൻ്റെ എയറിൻ്റെ വെലോസിറ്റിയും പ്രഷറും ഇൻക്രീസ് ആവും. സോ എങ്ങനെ വെലോസിറ്റി പ്രഷർ ഇൻക്രീസ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടെ ഈ റൊട്ടേഷൻ മൂലം ഇതിന് എയറിൻ്റെ റൊട്ടേഷൻ, എയർ ഇതിൻ്റെ ഇടയിൽ ട്രാപ്പ് ആവും, ഈ രണ്ട് ബ്ലേഡിൻ്റെ ഇടയിൽ ട്രാപ്പ് ആവും. ആ ഇടയിൽ വരുന്ന എയർ ഇത് റൊട്ടേറ്റ് ചെയ്യുമ്പം എയറിന് വെലോസിറ്റി കിട്ടും. ബിക്കോസ് ഈ ഇമ്പല്ലറിന് ഒരു വെലോസിറ്റി ഉണ്ട്. ആ വെലോസിറ്റി കൈനറ്റിക് എനർജി എയറിന് കിട്ടും. അതേസമയം ഈ എയറിന് എന്തുണ്ടാവും? പുറത്തേക്ക് ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഈ എയറിൽ ഒരു പെർട്ടിക്കുലർ സ്മോൾ എമൗണ്ട് ഒരു എലമെൻറ്റ് ഓഫ് എയർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ എലമെൻറ്റിന് എന്ത് സംഭവിക്കും? പുറത്തേക്ക് തെറിച്ചു പോകാനുള്ള സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ ആക്ഷൻ ഉണ്ടാവും. ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് വരുന്നതുകൊണ്ട്, അല്ലെങ്കിൽ സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ വരുന്നതുകൊണ്ട് പുറത്തേക്ക് പോകാനുള്ള സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ ഉണ്ടാവും. ആക്സിലറേഷൻ ഉണ്ടെങ്കിൽ കറസ്പോണ്ടിങ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഉണ്ടാവും. ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ എടുക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ് പ്രഷർ വരും. സോ എയർ ഇവിടെ സെൻറ്ററിലെത്തി, സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ വെലോസിറ്റിയും പ്രഷറും ഇൻക്രീസ് ആവും. ഓക്കെ, സോ പ്രഷർ ഇൻക്രീസ് ചെയ്തു ഈ ഇമ്പല്ലറിൻ്റെ എൻഡ് പോയിന്റിലെത്തി, അല്ലെങ്കിൽ ടിപ്പ് ഓഫ് ദ ഇമ്പല്ലർ എത്തി. സോ ഈ ടിപ്പിൻ്റെ മുകളിൽ ഈ എയറിൻ്റെ നമുക്ക് വേണ്ടത് മാക്സിമം പ്രഷർ ഇൻക്രീസ് ചെയ്യാണ്. കംപ്രസറിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ പ്രഷർ ഇൻക്രീസ് ചെയ്യാം. ഇവിടെ നിന്ന് തൊട്ടിട്ട് എയർ സെൻറ്ററിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴേക്കും ഓട്ടോമാറ്റിക്കലി അതിൻ്റെ വെലോസിറ്റിയും ഇൻക്രീസ് ആയിട്ടുണ്ടാവും, പ്രഷറും ഇൻക്രീസ് ആയിട്ടുണ്ടാവും. സോ ഈ വെലോസിറ്റീനെ നമുക്ക് എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്തിട്ട് പ്രഷർ ആക്കിയിട്ട് തന്നെ മാറ്റണം. സോ നമുക്ക് ഫൈനലി നമുക്ക് ഹൈ പ്രഷറിലുള്ള എയർ, ഫൈനൽ ഔട്ട്പുട്ടിൽ ഹൈ പ്രഷർ എയർ കിട്ടും. സോ അതിന് വേണ്ടിയിട്ട് ഈ കൈനറ്റിക് എനർജി അല്ലെങ്കിൽ ഇതിൻ്റെ വെലോസിറ്റീനെ പ്രഷറാക്കി കൺവേർട്ട് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡിഫ്യൂസർ എന്ന് പറഞ്ഞ setup. Diffuser means it is just opposite of
നോസിലിൻ്റെ വർക്കിംഗ് എന്താണോ അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡിഫ്യൂസർ എന്ന് പറയുന്നത്. സോ ഡിഫ്യൂസറിൻ്റെ ഉള്ളിലും വെയിൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഫിക്സഡ് ബ്ലേഡ്സ് ഉണ്ടാവും. സോ ഈ ഫിക്സഡ് ബ്ലേഡ്സിൽ എന്ത് സംഭവിക്കും? ഏരിയ ഇവിടെ ഈ സ്റ്റാർട്ടിങ്ങിൽ ഏരിയ കുറവായിരിക്കും, ദെൻ ഔട്ടിലേക്ക് പോകുമ്പോഴേക്കും ഏരിയ കൂടും. സോ ഇവിടെ നിന്ന് എയർ വന്ന് ഈ പാസേജിൽ കൂടെ പോകുമ്പം ഏരിയയിൽ ഡിഫറൻസ് ഉള്ളതുകൊണ്ട് അതിൻ്റെ ഏരിയ കുറയുമ്പം ഏരിയ കൂടുമ്പം ഇവിടെ ഏരിയ കൂടി വരികയാണ്. ഏരിയ കൂടുമ്പം വെലോസിറ്റി കുറയും, ഏരിയ കൂടുമ്പം വെലോസിറ്റി കുറയും. ഓട്ടോമാറ്റിക്കലി ടോട്ടൽ എനർജി കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് പ്രഷർ എനർജി ഇൻക്രീസ് ആവും. സോ ഇവിടെ വരുന്ന ഹൈ വെലോസിറ്റിയും പ്രഷറിലുള്ള എയർ ഡിഫ്യൂസറിൽ കൂടെ കടന്നു പോകുമ്പോൾ ഡിഫ്യൂസർ എന്ത് ചെയ്യും? ആ എയറിൻ്റെ കൈനറ്റിക് എനർജീനെ പ്രഷർ എനർജി ആയിട്ട്, സ്റ്റാറ്റിക് പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ നമുക്ക് ഈ എൻഡ് എത്തുമ്പോഴേക്കും ഇതിൻ്റെ ഹൈ പ്രഷർ, വെലോസിറ്റി മാക്സിമം കുറഞ്ഞിട്ടുണ്ടാവും, അറ്റ് ദ സെയിം ടൈം പ്രഷർ ഇൻക്രീസ് ആയിട്ടുണ്ടാവും. വെലോസിറ്റി ഇവിടെ എത്തുമ്പോഴേക്കും വെലോസിറ്റി ഓൾമോസ്റ്റ് ഇവിടെ വരുന്ന ഇൻലെറ്റിൽ വരുന്ന അതേ വെലോസിറ്റിൻ്റെ റീജിയനിലായിരിക്കും ഇവിടെ എത്തും, ബട്ട് പ്രഷർ വിൽ ബി വെരി ഹൈ. സോ അതിന് വേണ്ടി യൂസ് ചെയ്യുന്നതാണ് ഡിഫ്യൂസർ എന്ന് പറഞ്ഞ ഡിവൈസ്. അപ്പം നോസിൽ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? നോസിൽ എന്ന് പറഞ്ഞാൽ ഏരിയ കുറഞ്ഞു വരുന്ന മെമ്പറിനാണ് നോസിൽ എന്ന് പറയുന്നത്. ഇൻലെറ്റിൽ ഏരിയ കൂടുതലായിരിക്കും, അവിടെ ഔട്ട്ലെറ്റിലേക്ക് വരുമ്പോൾ ഏരിയ കുറവായിരിക്കും. ഇപ്പോൾ ഇവിടെ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് ഡിഫ്യൂസർ എന്ന് പറഞ്ഞാൽ. ഡിഫ്യൂസറിൽ ഏരിയ കൂടി വരും. സ്റ്റാർട്ടിങ്ങിൽ ഏരിയ കുറവായിരിക്കും, ദെൻ കൂടി വന്നിട്ട് ഫൈനലി ഏരിയ കൂടുതലായിരിക്കും. സോ ഇവിടം തൊട്ടിട്ട് ഇവിടേക്ക് മൂവ് ചെയ്യുമ്പോഴേക്കും എയറിൻ്റെ വെലോസിറ്റി ഇൻക്രീസ് ചെയ്യും, പ്രഷർ വിൽ ബി മാക്സിമം. ഇതാണ് ഡിഫ്യൂസറിൻ്റെ ഫങ്ഷൻ. നൗ ഇത്രയും ഈ സാധനങ്ങളൊക്കെ ഒരു കേസിങ്ങിൻ്റെ ഉള്ളിലായിരിക്കും. ആ കേസിങ്ങിനെ വിളിക്കുന്ന പേരാണ് വൊല്യൂട്ട് കേസിങ്. ഓക്കെ, ആ കേസിങ്ങിനും ഷേപ്പിനും ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്, നിങ്ങൾക്ക് അറിയുന്നതായിരിക്കും. ഇതിൻ്റെ ഏരിയ കൂടിക്കൂടി വരും. ആദ്യം സ്മോൾ ഏരിയ തുടങ്ങിയിട്ട് ഏരിയ ഇൻക്രീസ് ചെയ്ത് ഫൈനലി ലാർജ് ഏരിയ ആവും. ഇതും എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഏരിയ കൂട്ടുന്നത് എന്തിനാന്ന് വെച്ചാൽ നമുക്ക് ഏരിയ ഇൻക്രീസ് ചെയ്യുമ്പോഴാണ് മാക്സിമം പ്രഷർ കിട്ടുക. സോ ഇവിടെയാണ് ഡെലിവറി, ഈ ഒരു പോയിന്റിലാണ് ഡെലിവറി എയർ, നമുക്ക് ഔട്ട്ലെറ്റ് എയർ കിട്ടുക. ഓക്കെ, സോ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ നിന്ന് ഡെലിവറി പോകുന്നതിനനുസരിച്ച് ആ സെയിം ടൈമിൽ ഇവിടെ പുതിയ ഫ്രഷ് എയർ വരും. എഗെയിൻ അത് റൊട്ടേറ്റ് ചെയ്ത് ഇവിടുത്തെ സെൻട്രിഫ്യൂഗൽ ആക്ഷൻ മൂലം അതിൻ്റെ പ്രഷറും വെലോസിറ്റി ഇൻക്രീസ് ആവും. ഇവിടെ വെച്ചിട്ട് വെലോസിറ്റി കുറഞ്ഞ് പ്രഷർ ഒന്നും കൂടി കൂടും. ദെൻ ഇതിൽ കൂടെ കളക്ട് ചെയ്തിട്ട് പുറത്തേക്ക് പോകും. ദെൻ അടുത്ത ഫ്രഷ് എയർ ഇവിടെ കണ്ടിന്യൂസ് ആയിട്ട് വരും. സോ കണ്ടിന്യൂസ് ആയിട്ട് എയർ വന്നുകൊണ്ടിരിക്കും, എയർ അതേമാതിരി ഡെലിവറി കൂടെ പുറത്ത് പോയിക്കൊണ്ടിരിക്കും. ഇതാണ് ഒരു സെൻട്രിഫ്യൂഗൽ കംപ്രസറിൻ്റെ വർക്കിംഗ്. സെൻട്രിഫ്യൂഗൽ പമ്പ് പോലെ തന്നെ ആക്സിയലി എയർ ഇവിടെ ആക്സിയലി എത്തും, റേഡിയലി പുറത്തേക്ക് പോകും. ഓക്കെ, ദെൻ ഡിഫ്യൂസർ അതിനെ ഗൈഡ് ചെയ്തിട്ട് അതിൻ്റെ വെലോസിറ്റി, കൈനറ്റിക് എനർജീനെ പ്രഷർ എനർജി ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഫൈനലി അത് വൊല്യൂട്ട് കേസിങ്ങിൽ കൂടെ, ഇതിനെയാണ് വൊല്യൂട്ട് കേസിംഗ് എന്ന് പറയുക. വൊല്യൂട്ട് കേസിങ്ങിൽ കൂടെ പുറത്തേക്ക് ഡെലിവറി പൈപ്പ് കൂടെ പുറത്തേക്ക് പോകും. സോ ദിസ് ഇസ് ദ വർക്കിംഗ് ഓഫ് എ സെൻട്രിഫ്യൂഗൽ കംപ്രസർ. ഓക്കെ, ഇനി ഓരോ 3 പാർട്ട് നമുക്ക് നോക്കാം. ജസ്റ്റ് എന്താണ് 3 പാർട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഇമ്പല്ലർ. ഇമ്പല്ലറിനെ തന്നെ വേറെ വിളിക്കുന്ന പേരാണ് റോട്ടർ. ഇറ്റ്സ് എ റൊട്ടേറ്റിംഗ് മെമ്പർ. റൊട്ടേറ്റിംഗ് ഇമ്പല്ലർ ഈസ് എ റേഡിയൽ ഡിസ്ക്. ഇതൊരു റേഡിയൽ ഡിസ്ക് ആണ്. ഇറ്റ്സ് എ റേഡിയൽ ഡിസ്ക് ഓൺ വിച്ച് എ സീരീസ് ഓഫ് റേഡിയൽ ബ്ലേഡ്സ് ആർ അറ്റാച്ച്ഡ്. റേഡിയൽ ഡിസ്ക് ആണ് ഓൺ വിച്ച് എ സീരീസ് ഓഫ് റേഡിയൽ ബ്ലേഡ്സ് ആർ അറ്റാച്ച്ഡ്. ഒരുപാട് റേഡിയൽ ബ്ലേഡ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. 3 ടൈപ്പാണ് മെയിനായിട്ടുള്ളത്: ബാക്ക്വേർഡ് കർവ്ഡ് ബ്ലേഡ്സ്, ഫോർവേഡ് കർവ്ഡ് ബ്ലേഡ്സ് ആൻഡ് റേഡിയൽ ബ്ലേഡ്സ്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ ബ്ലേഡ്സ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. Then the impeller rotates inside the stationary casing, and the center of impeller is called the eye of the impeller. ഈ ഇമ്പല്ലർ റൊട്ടേറ്റ് ചെയ്യും, സ്റ്റേഷനറി കേസിങ്ങിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് റൊട്ടേറ്റ് ചെയ്യും. അതിൻ്റെ സെൻറ്ററിനെയാണ് നമ്മൾ ഐ ഓഫ് ദ ഇമ്പല്ലർ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഇമ്പല്ലർ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ഇമ്പല്ലർ മീൻസ് ഇറ്റ്സ് എ റേഡിയൽ ഡിസ്ക് ഓൺ വിച്ച് എ സീരീസ് ഓഫ് കർവ്ഡ് ബ്ലേഡ്സ് ആർ അറ്റാച്ച്ഡ്. നമുക്കൊരു റഫ് ഫിഗർ കാണിച്ചു തരാം. സോ ഇതാണ് ഇമ്പല്ലറിൻ്റെ ഒരു പെർട്ടിക്കുലർ, ഇമ്പല്ലറും ഡിഫ്യൂസറും കൂടി വരുന്ന ഒരു അറേഞ്ച്മെൻറ്റ്. അപ്പോൾ ഈ ഒരു സർക്കിൾ, ഈ ഒരു പോർഷനാണ് ഇതിൻ്റെ, ഇത്രയും പോർഷനാണ് ഇതിൻ്റെ ഐ എന്ന് പറയുന്ന പോർഷൻ. ഇവിടെയാണ് എയർ, ആക്ച്വലി ഇങ്ങനെ എയർ വരും,
ഓക്കെ, ഈ എയർ വന്നിട്ട് ഇതാണ് കർവ്ഡ് ബ്ലേഡ്സ് അല്ലെങ്കിൽ വെയിൻസ് എന്ന് പറയുന്ന സാധനം. ഇതിൻ്റെ ഇടയിൽ കൂടെ എയർ റേഡിയലി പുറത്തേക്ക് വരും. ഓക്കെ, ഇതാണ് ഇതിൻ്റെ വർക്കിംഗ്. ഇത് റൊട്ടേറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് പുറമെ ഡിഫ്യൂസർ ഉണ്ടാവും. ഡിഫ്യൂസറിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഏരിയ ഇൻക്രീസ് ചെയ്തിട്ട് കൈനറ്റിക് എനർജീനെ പ്രഷർ എനർജി ആക്കുക. സോ ഇങ്ങനെ എയർ പുറത്തേക്ക് പോകും. സോ ഇതാണ് ഇമ്പല്ലർ ഐ, ഈ ഒരു പോർഷൻ ഇതിനെയാണ് ഇമ്പല്ലർ ഐ എന്ന് പറയുന്നത്. ഈ കംപ്ലീറ്റ് സർക്കിൾ ഇതാണ് ഇമ്പല്ലർ ഐ പോർഷൻ. ദെൻ ഗേറ്റ് വെയിൻസ്, ദെൻ ഡിഫ്യൂസർ. ഓക്കെ, ഇതിനിടയിൽ കുറച്ച് വെയിനിലെ സ്പേസും ഉണ്ടാവും. അതും പ്രഷർ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, കൈനറ്റിക് എനർജി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വെയിനിലെ സ്പേസും യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതാണ് ഇമ്പല്ലർ ആൻഡ് ഡിഫ്യൂസർ. സോ ഇമ്പല്ലർ എന്തെന്ന് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ഡിഫ്യൂസർ എന്താണെന്ന് നോക്കാം. ഡിഫ്യൂസർ, the diffuser which surrounds the impeller and provides diverging passage for airflow. The main function of the diffuser is to convert high velocity head of the air into static pressure head. Okay, ഇമ്പല്ലറിനെ സറൗണ്ട് ചെയ്തിട്ടുള്ള അടുത്ത പാർട്ടാണ്, അടുത്ത പാസേജ് ആണ് ഡിഫ്യൂസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ ഡിഫ്യൂസറിൻ്റെ പർപ്പസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് പ്രൊവൈഡ്സ് എ diverging passage. Diverging means ഏരിയ ഇൻക്രീസ് ആവും. ഏരിയ ഇൻക്രീസ് ആവുന്ന പാസേജിനെയാണ് ഡൈവേർജിങ് പാസേജ് എന്ന് പറയുന്നത്. ഓക്കെ, സോ is the main purpose of diffuser. It provides a diverging passage and which converts kinetic energy. ഇമ്പല്ലറിന് എയർന്ന് കിട്ടുന്ന കൈനറ്റിക് എനർജീനെ പ്രഷർ എനർജി ആയിട്ട്, പ്രഷർ ഹെഡായിട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇമ്പല്ലറിൻ്റെ കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഡിഫ്യൂസറിൻ്റെ മെയിൻ പർപ്പസ്. ഓക്കെ, it provides a diverging passage for airflow. The main function of the diffuser is to convert high velocity head or kinetic energy head of the kinetic energy head of the air to the static pressure head. Okay, so ഇതാണ് ഡിഫ്യൂസറിൻ്റെ പർപ്പസ്. ദെൻ നെക്സ്റ്റ് ഈസ് വൊല്യൂട്ട് കേസിംഗ്. വൊല്യൂട്ട് കേസിംഗ് എന്ന് പറഞ്ഞാൽ വേറെ പർപ്പസ് ഒന്നുമില്ല. ഡിഫ്യൂസറിന് പുറത്ത് വരുന്ന എയറിനെ കലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അതിനെ ഒരു ഔട്ട്ലെറ്റ് പൈപ്പിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് വൊല്യൂട്ട് കേസിംഗ് യൂസ് ചെയ്യുന്നത്. ദ എയർ കമ്മിങ് ഔട്ട് ഓഫ് ദ ഡിഫ്യൂസർ ഈസ് കളക്റ്റഡ് ഇൻ ദ കേസിംഗ് ആൻഡ് ടേക്കൺ ഔട്ട് ഫ്രം ദ ഔട്ട്ലെറ്റ് ഓഫ് ദ കംപ്രസർ. ഓക്കെ, ഡിഫ്യൂസറിന് വരുന്ന എയറിനെ കളക്ട് ചെയ്ത് ഔട്ട്ലെറ്റിലേക്ക് ഔട്ട്ലെറ്റിലേക്ക് പാസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്, വൊല്യൂട്ട് കേസിംഗ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ദ കേസിംഗ് ഓഫ് ദ കംപ്രസർ ജനറലി ഹാസ് വൊല്യൂട്ട് ഷേപ്പ് ആൻഡ് സറൗണ്ട്സ് ദ ഇമ്പല്ലർ. ഓക്കെ, സോ ഇത്രയാണ് ഒരു സെൻട്രിഫ്യൂഗൽ കംപ്രസറിൻ്റെ വർക്കിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പം ഓൾറെഡി ഞാൻ പറഞ്ഞു, ഈ ഒരു പോർഷനിലും ഇമ്പല്ലറിൻ്റെ ഉള്ളിലും എന്ത് സംഭവിക്കുന്നുണ്ട്, ഇമ്പല്ലറിലും എയറിന് വെലോസിറ്റിയും ഇൻക്രീസ് ആവുന്നുണ്ട്. ഇൻസൈഡ് ദ ഇമ്പല്ലറിൽ റൊട്ടേഷൻ വരുമ്പോൾ എയറിന് വെലോസിറ്റി ഇൻക്രീസ് ആവുന്നുണ്ട്, പ്രഷറും ഇൻക്രീസ് ആവുന്നുണ്ട്. ഓക്കെ, ദെൻ ഡിഫ്യൂസറിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഹൈ വെലോസിറ്റീനെ റെഡ്യൂസ് ചെയ്തിട്ട് അതിനെ പ്രഷറായിട്ട് കൺവേർട്ട് ചെയ്യും. സോ ടോട്ടൽ പ്രഷർ ഇൻക്രീസ്, ടോട്ടലി നമുക്ക് ഔട്ട്ലെറ്റിൽ കിട്ടുന്ന പ്രഷറിൻ്റെ അറൗണ്ട് 50% ഇമ്പല്ലറിലാണ് പ്രഷർ ഇൻക്രീസ് ചെയ്യുന്നത്. ബാക്കി അറൗണ്ട് 50% പ്രഷർ ഇൻക്രീസ് ഡിഫ്യൂസറിലാണ് നടക്കുന്നത്. ഓക്കെ, ടോട്ടൽ ഇപ്പോൾ നമ്മൾ P1 നിന്ന് P2ലേക്ക് എത്തിക്കുകയാണെങ്കിൽ, സപ്പോസ് P1 ഈസ് ദ ഇൻലെറ്റ് പ്രഷർ ആൻഡ് P2 ഈസ് ദ ഔട്ട്ലെറ്റ് പ്രഷർ. ഇത് P1 നിന്ന് ഒരു 50%, P2ൻ്റെ ഒരു 50% ഇൻക്രീസ് നടക്കുന്നത് ഇമ്പല്ലറിലാണ്, റിമൈനിങ് 50% നടക്കുന്നത് ഡിഫ്യൂസറിലാണ്. ഓക്കെ, സോ രണ്ടിലും പ്രഷറിന് ചേഞ്ച് വരുന്നുണ്ട്. ഇവിടെ ഇമ്പല്ലറിൽ ആംഗുലർ മൂവ്മെൻറ്റ്, റൊട്ടേഷൻ ഓഫ് ഇമ്പല്ലറിൻ്റെ റൊട്ടേഷൻ മൂലമാണ് സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് ഡെവലപ്പ് ചെയ്ത് ആ ഫോഴ്സ് കൊണ്ടാണ് പ്രഷർ ഇൻക്രീസ് ആവുന്നത്. ഡിഫ്യൂസറിൽ അതിൻ്റെ ഏരിയ ഇൻക്രീസ് ആവുന്നതുകൊണ്ട് വെലോസിറ്റി പ്രഷറായിട്ട് കൺവേർട്ട് ആവും. ഓക്കെ, സോ ഈ രണ്ടിലും പ്രഷറിന് ചേഞ്ച് ഉണ്ട്. സോ നമുക്കൊരു ജസ്റ്റ് ഒരു ഗ്രാഫ്, ഈ പ്രഷറിൻ്റെ ചേഞ്ച് ഇവിടം തൊട്ടിട്ട് ഈ ഒരു പാസേജ് ഐ തൊട്ടിട്ട് പുറത്തേക്ക് ഡിഫ്യൂസർ വരെ എത്തുമ്പോഴുള്ള
ഈ ഒരു ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ ഫ്രം ദ സെൻറ്റർ പോയിൻറ്റ് ടു ദ ഐ ഓഫ് ദ ഇമ്പല്ലർ അതുവരെയുള്ള പ്രഷറിൻ്റെ ചേഞ്ച് ഒന്ന് ഗ്രാഫിക്കലി വരച്ചു നോക്കാം. പ്രഷറും അതേപോലെ വെലോസിറ്റീൻ്റെ ചേഞ്ച് രണ്ടും നമുക്ക് ഗ്രാഫിക്കലി കാണിക്കാൻ പറ്റും. സോ ഈ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ട്രാവൽ ബൈ എയർ ആണ്. അതായത് സെൻറ്റർ ഐ ഇട്ടിട്ട് പുറത്തേക്ക് എത്രയാണോ ഈ ഡിഫ്യൂസറിൻ്റെ ഔട്ട്ലെറ്റ് വരെ എത്രയാണോ പ്രഷർ എത്ര ഡിസ്റ്റൻസ് ആണോ ട്രാവൽ ചെയ്ത് അതാണ് എക്സ് ആക്സിസ്. വൈ ആക്സിസിൽ നമ്മൾ പ്രഷർ മാർക്ക് ചെയ്യാം. ഓക്കെ, സോ ഇനി നമ്മുടെ ഗ്രാഫിൻ്റെ ഷേപ്പ് എങ്ങനെ വരും നോക്കാം. സപ്പോസ് ഈ ഒരു പോയിൻ്റാണ് ഇമ്പല്ലറിൻ്റെ ഔട്ട്ലെറ്റ് വരച്ചു. ഇതാണ് ഇവിടെ സ്റ്റാർട്ടിങ്ങിൽ ഇത് ഇമ്പല്ലറിൻ്റെ ഐ ആണ്. ഐ തൊട്ടിട്ട് ഇത്രയും ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുമ്പോൾ ഇമ്പല്ലറിൻ്റെ ടിപ്പ് ഓഫ് ദി ഇമ്പല്ലർ എത്തി. അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇങ്ങോട്ട് ഡിഫ്യൂസറാണ്. സപ്പോസ് ദിസ് ഇസ് ദ ഫൈനൽ പോയിൻ്റ് ഓഫ് ഡിഫ്യൂസർ. ഓക്കെ, ഇവിടെ വരെ ഇത് ഇമ്പല്ലറിൻ്റെ ഫൈനൽ പോയിൻ്റ് ആണ്. സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഓഫ് ഇമ്പല്ലർ, എൻഡിങ് പോയിൻ്റ് ഓഫ് ഇമ്പല്ലർ ബ്ലേഡിൻ്റെ ടിപ്പ്. ദെൻ ഇവിടെ നിന്ന് തന്നെയാണ് ഡിഫ്യൂസർ സ്റ്റാർട്ട് ചെയ്യുക. ഇതാണ് ഡിഫ്യൂസറിൻ്റെ എൻഡ് പോയിൻ്റ്. ഓക്കെ, സോ നമ്മൾ പ്രഷർ വരയ്ക്കുകയാണ്. സപ്പോസ് അസ്യൂം ദാറ്റ് ഇനീഷ്യലി വരുന്ന അറ്റ്മോസ്ഫിയറിക് പ്രഷർ എയറിൻ്റെ പ്രഷർ ഒരു P1 ആണെന്ന് വിചാരിച്ചു. ഓക്കെ, P1 ആണ് ഇൻലെറ്റിലെ എയറിൽ വരുന്ന ഇമ്പല്ലറിൽ വരുന്ന എയറിൻ്റെ പ്രഷർ. സപ്പോസ് അറ്റ്മോസ്ഫിയറിക് പ്രഷറിലാണ് വരുന്നതെങ്കിൽ P1 ഈസ് ദ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഇനി ഇമ്പല്ലറിൽ ട്രാവൽ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഇമ്പല്ലർ ട്രാവൽ ചെയ്യുമ്പോൾ ഐ ഓൾറെഡി ടോൾഡ് യു ബിക്കോസ് ഓഫ് ദ റൊട്ടേഷൻ സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ ഉണ്ടാവും, സെൻട്രിഫ്യൂഗൽ ആക്സിലറേഷൻ ഉണ്ടാവും, സെൻട്രിഫ്യൂഗൽ പ്രഷർ ഉണ്ടാവും. സോ പ്രഷർ ഇൻക്രീസ് ചെയ്ത് വരും. റൊട്ടേഷൻ മൂലം ഇമ്പല്ലറിൻ്റെ റൊട്ടേഷൻ മൂലം പ്രഷർ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ ഇമ്പല്ലർ ഇവിടം വരെ എത്തി. ദെൻ നെക്സ്റ്റ് ഫർദർ പ്രഷർ റൈസ്. സോ ഈ ഒരു ഇത്രയും ഹൈറ്റാണ്, ഇതാണ് ഇത്രയും ഈ ഒരു ഹൈറ്റാണ് പ്രഷർ റൈസ് ഇൻ ഇമ്പല്ലർ. ഇതാണ് പ്രഷർ റൈസ് ഇൻ ഇമ്പല്ലർ. ഓക്കെ, അത് കഴിഞ്ഞ് ഡിഫ്യൂസറിലെത്തി. ഇവിടെയാണ് ഡിഫ്യൂസറിൻ്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ്. ഇവിടെ നിന്ന് എഗെയിൻ ബിക്കോസ് ഓഫ് ദ ഇൻക്രീസ് ഇൻ ഏരിയ ഓഫ് ദ പാസേജ് ഇതിൻ്റെ പ്രഷർ ഒന്നും കൂടി ഇൻക്രീസ് ആവും. ഓക്കെ, സോ P1 സപ്പോസ് ഇത് ഇമ്പല്ലറിൽ വരുന്ന പ്രഷർ PI എന്ന് വിളിച്ചു. ദെൻ ഫൈനൽ പ്രഷർ P2. ഓക്കെ, സോ ഈ ഒരു ഇത്രയും ഹൈറ്റ് ആയിരിക്കും, ഈ ഒരു ഹൈറ്റ് ആയിരിക്കും പ്രഷർ റൈസ് ഇൻ ഡിഫ്യൂസർ. ഓക്കെ, പ്രഷർ റൈസ് ഇൻ ഡിഫ്യൂസർ. ഈ ഒരു ഹൈറ്റ് ആയിരിക്കും ഇമ്പല്ലറിലുണ്ടായ പ്രഷർ റൈസ്, ഈ ഒരു ഹൈറ്റ് ആയിരിക്കും ഡിഫ്യൂസറിലുണ്ടായ പ്രഷർ റൈസ്. സോ ഈ രണ്ടും കൂടി ചെയ്യുമ്പോൾ ടോട്ടൽ പ്രഷർ റൈസ് P1 നിന്ന് P2യിലേക്ക് പ്രഷർ ഇൻക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ രണ്ട് സ്റ്റേജ് ആയിട്ടാണ് എയർ പ്രഷറൈസ് ചെയ്യുന്നത്. ഒന്ന് ഇമ്പല്ലറിൽ പ്രഷറൈസ് ചെയ്യും, ദെൻ ഡിഫ്യൂസറിൽ അടുത്ത സ്റ്റേജ് പ്രഷറൈസ് ചെയ്യും. രണ്ട് ടോട്ടൽ പ്രഷർ ഇൻക്രീസ് ഇങ്ങനെയാണ് നടക്കുന്നത്. ഇനി കറസ്പോണ്ടിങ് വെലോസിറ്റി കൂടി നമുക്ക് വരച്ചു നോക്കാം. സെയിം ഗ്രാഫിൽ തന്നെ നമുക്ക് സെയിം വെലോസിറ്റി എങ്ങനെ വരും നോക്കാം. സോ ഇത് ഈസ് ദ ഇമ്പല്ലർ പൊസിഷൻ, ഈസ് ദ ഡിഫ്യൂസർ പൊസിഷൻ. ഓക്കെ, സപ്പോസ് അസ്യൂം ദാറ്റ് C1 ഈസ് ദ ഇനീഷ്യൽ വെലോസിറ്റി, എയറിൻ്റെ ഇനീഷ്യൽ വെലോസിറ്റി സ്റ്റാർട്ടിങ്ങിൽ വരുന്ന വെലോസിറ്റി C1 ആണെന്ന് വെച്ചു. ഓക്കെ, സോ ഇത് നെഗറ്റീവ് ഗ്രാഫ് ആയിരിക്കും, താഴത്തേക്കാണ് വരും. ഇൻലെറ്റിൽ വരും C1ൽ വെലോസിറ്റി വരും. ദെൻ ഇമ്പല്ലറിൽ എന്ത് സംഭവിക്കും? ഇമ്പല്ലറിൽ ഇമ്പല്ലറിൽ വെലോസിറ്റി ഇൻക്രീസ് ആവും. ഇമ്പല്ലർ ബിക്കോസ് ഓഫ് ദ റൊട്ടേഷൻ ഓഫ് ദ ഇമ്പല്ലർ വെലോസിറ്റി ഇൻക്രീസ് ആവും, ഇവിടെ എത്തും. ദെൻ നെക്സ്റ്റ് സ്റ്റേജിൽ ഡിഫ്യൂസറിൽ എന്ത് സംഭവിക്കും? ഈ ഇൻക്രീസ് ആയ വെലോസിറ്റി യൂസ് ചെയ്തിട്ട് അതിനെയാണ് പ്രഷറായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്. സോ പ്രഷറായിട്ട് കൺവേർട്ട് ചെയ്ത് ഫൈനലി ഒരു സപ്പോസ് C1 ഇത് CI ആണെങ്കിൽ C2യിലെത്തും. ഓക്കെ, സോ ഇതാണ് ഈ ഒരു ഹൈറ്റാണ് വെലോസിറ്റി ഇൻക്രീസ് ഇൻ ഇമ്പല്ലർ. ഇതാണ് വെലോസിറ്റി ഇൻക്രീസ് ഇൻ ഡിഫ്യൂസർ. ഓക്കെ, സോ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഇൻലെറ്റിൽ വരുന്ന വെലോസിറ്റി
ഇമ്പല്ലറിൻ്റെ ഐയിൽ വരുന്ന വെലോസിറ്റിയും ഔട്ട്ലെറ്റ് പോകുന്ന വെലോസിറ്റി ഓൾമോസ്റ്റ് സെയിം റേഞ്ച് ആയിരിക്കും, ഏകദേശം റേഞ്ച് ആയിരിക്കും. ബട്ട് പ്രഷർ എന്നുള്ളത് ഇൻലെറ്റിൽ വരുന്ന പ്രഷറിനേക്കാളും കൂടുതലായിരിക്കും ഔട്ട്ലെറ്റ് വരുന്നത്. സോ ഇങ്ങനെയായിരിക്കും അതിൻ്റെ വെലോസിറ്റി ഡയഗ്രാം വരിക. വെലോസിറ്റി ഇമ്പല്ലറിൽ വെലോസിറ്റി കൂടും, ആ കൂടിയ വെലോസിറ്റി ഡിഫ്യൂസർ എന്ത് ചെയ്യും, ആ വെലോസിറ്റീനെ ഡിഫ്യൂസർ പ്രഷറായിട്ട് കൺവേർട്ട് ചെയ്യും. സോ ദ പ്രഷർ കർവ്, ദ വെലോസിറ്റി കർവ് വിൽ ബി ലൈക്ക് ദിസ്. ഇതാണ് വെലോസിറ്റി കർവ്. ഇതാണ് ഈ ബ്ലാക്ക് ആണ് പ്രഷർ കർവ്. ഓക്കെ, സോ ഇതാണ് ഇതിൻ്റെ ബേസിക് വർക്കിങ്ങും ബേസിക് തിയറിയും. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് വർക്ക് ഡണിൻ്റെ ഇക്വേഷൻസൊക്കെ ഡിറൈവ് ചെയ്യാം. ഓക്കെ.